കേരളത്തിന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായ എന്യൂമറേഷൻ നടപടികൾ അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്യൂമറേഷൻ ഫോമുകൾ സമർപ്പിക്കുന്നതിന് അനുവദിച്ചിരിക്കുന്ന സമയം വ്യാഴാഴ്ച അവസാനിക്കും. വിതരണം ചെയ്ത 2.78 കോടി ഫോമുകളിൽ ഇനിയും 19,460 ഫോമുകൾ മടങ്ങിയെത്താനുണ്ട് എന്നാണ് കണക്ക്. വിതരണം ചെയ്തവയിൽ 2.77 കോടി ഫോമുകൾ നടപടികൾ പൂർത്തിയാക്കി അപ്ലോഡ് ചെയ്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. 25 ലക്ഷത്തിലധികം വോട്ടർമാരെയാണ് ഇനി കണ്ടെത്താനുള്ളത് എന്നാണ് BLOമാർ നൽകിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ 8 ലക്ഷത്തോളം മരിച്ചവരും ഇരട്ട വോട്ടുകളുമാണ്. ഇതല്ലാതെ 17 ലക്ഷത്തോളം വോട്ടുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. ഇവർ ഒന്നുകിൽ സ്ഥിരമായി താമസം മാറിപ്പോയവരോ അതല്ലെങ്കിൽ വീട് അടഞ്ഞുകിടക്കുന്നതിനാൽ കണ്ടെത്താനാകാത്തവരോ ആണ്. ഇവരുടെ പട്ടിക വേറെ തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ നിരന്തരമായുള്ള ആവശ്യങ്ങളുടെയും കോടതി ഇടപെടലുകളുടെയും ഫലമായാണ് ഡിസംബർ 4 വരെ നിശ്ചയിച്ചിരുന്ന എന്യൂമറേഷൻ ഫോം സമർപ്പണം ഡിസംബർ 18 നീട്ടിയത്. ഇതനുസരിച്ച് വ്യാഴാഴ്ച എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കും. കണ്ടെത്താനാകാത്തവരുടെ വിവരങ്ങളടങ്ങിയ പട്ടിക BLOമാർ BLAമാരെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യം അതാത് ജില്ലാ കളക്ടർമാർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ടെത്താനാകാത്തവരുടെ പട്ടിക സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംശയമുന്നയിച്ച സാഹചര്യത്തിൽ BLOമാർ BLAമാർക്ക് പട്ടിക കൈമാറുന്നതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ നിർദ്ദേശിച്ചിട്ടുണ്ട്. തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇത്. ഡിസംബർ 23 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. ഈ കരട് പട്ടികയ്ക്കൊപ്പം കണ്ടെത്താനാകാത്തവരുടെ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കരട് പട്ടിക വന്ന ശേഷം കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ആക്ഷേപങ്ങൾ സമർപ്പിക്കാൻ അവസരമുണ്ടായിരിക്കും. ഇത്തരക്കാർക്ക് SIRന്റെ ഭാഗമാകണമെങ്കിൽ ഫോം 7 സമർപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. അന്തിമ പട്ടികയ്ക്ക് ശേഷമാണ് എങ്കിൽ പുതുതായി പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള ഫോം 6 അപേക്ഷ നൽകേണ്ടത്. ഡിസംബർ 23 മുതൽ ജനുവരി 22 വരെ ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാൻ അവസരമുണ്ടാകും. അതേസമയം ഡിസംബർ 23 മുതൽ തന്നെ ഹിയറിംഗും ആരംഭിക്കും. ഫെബ്രുവരി 14 വരെ ഹിയറിംഗ് നടക്കും. ഫെബ്രുവരി 21 അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഇതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ഫോം 6 ഉപയോഗിച്ച് പുതിയ വോട്ടർമാർക്ക് വോട്ട് ചേർക്കാനുള്ള അവസരമുണ്ട്. അതേസമയം കേരളത്തിനൊപ്പം SIR നടപടികൾ ആരംഭിച്ച പശ്ചിമ ബംഗാളിൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കരട് പട്ടിക പ്രകാരം 58 ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. മരിച്ചവർ, കുടിയേറി പാർത്തവർ, എന്യൂമറേഷൻ ഫോം തിരികെ നൽകാത്തവർ എന്നിവരടക്കം 58,20,898 പേർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. 7.66 കോടി വോട്ടർമാരായിരുന്നു നേരത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കപ്പെട്ട ശേഷം പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ ഉൾപ്പെട്ടത് 7.8 കോടി വോട്ടർമാരാണ്. ഒഴിവാക്കപ്പെട്ട 58,24,16,852 പേർ മരിച്ചവരാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 19,88,076 വോട്ടർമാർ സ്ഥിരമായി താമസം മാറ്റിയവരാണ്. 12,20,038 പേരെ കണ്ടെത്താനായിട്ടില്ല. 1.38 ലക്ഷം പേർക്ക് ഒന്നിലധികം മണ്ഡലങ്ങളിൽ വോട്ടുണ്ട്. 1,83,328 പേരെ വ്യാജ വോട്ടർമാരാണ് എന്നും കണ്ടെത്തിക്കൊണ്ട് ഒഴിവാക്കി. കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരുടെ പരാതി കേൾക്കാൻ ഒരാഴ്ചയ്ക്കകം തെളിവെടുപ്പ് ആരംഭിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. പട്ടികയിൽ നിന്ന് പേര് വെട്ടിയവരുടെയും പട്ടികയിൽ ഉൾപ്പെട്ടെങ്കിലും എന്യൂമറേഷൻ ഫോമിൽ പൊരുത്തക്കേടുള്ളവരുടെയും പരാതികൾ തെളിവെടുപ്പിൽ പരിഗണിക്കും. 2002 വോട്ടർ പട്ടിക പ്രകാരം പേരിൽ വ്യത്യാസമുള്ള 85 ലക്ഷത്തോളം എന്യൂമറേഷൻ ഫോമുകൾ ലഭിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നു. ഇവരെയും തെളിവെടുപ്പിന് വിളിപ്പിക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ആകെ എത്ര പേരെയാണ് തെളിവെടുപ്പിന് വിളിപ്പിക്കുക എന്നതിൽ വ്യക്തതയില്ല എങ്കിലും എണ്ണം 2 കോടിക്കടുത്ത് വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ മണ്ഡലമായ ഭവാനിപൂരിൽ കരട് പട്ടികയിൽ നിന്ന് 44,787 പേരെ വെട്ടിമാറ്റിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് MLA നയന ബന്ദോപാധ്യായ പ്രതിനിധീകരിക്കുന്ന വടക്കൻ കൊൽക്കത്തയിലെ ചൗരംഗിയിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ ഒഴിവാക്കിയത്. 74,553 പേരെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതടക്കം പല തൃണമൂൽ പ്രമുഖരുടെയും മണ്ഡലങ്ങളിൽ വെട്ടിനിരത്തൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് പട്ടികയിൽ നിന്ന് ഏറ്റവും അധികം പേർ പുറത്താകുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 4,36,857 വോട്ടർമാർ കരട് പട്ടികയിൽ ഇടം പിടിക്കാതെ പോകുമെന്നാണ് കണക്ക്.
കേരളത്തിൽ ഏറ്റവും അധികം ആളുകൾ കരട് പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം കഴിഞ്ഞാൽ എറണാകുളം ജില്ലയാണ് ഒഴിവാക്കപ്പെടുന്നവരുടെ എണ്ണത്തിൽ മുന്നിൽ. 3,34,962 പേർ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടും. ഡിസംബർ 15 വരെയുള്ള കണക്കുകൾ പ്രകാരം 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നവരുടെ കണക്കുകൾ തരംതിരിച്ചും പുറത്തു വന്നിട്ടുണ്ട്. പട്ടികയിലുണ്ടായിരുന്ന 6,44,547 പേർ മരിച്ചവരായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 7,11,958 വോട്ടർമാരെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 8,19,346 പേർ ആദ്യത്തെ പട്ടികയിലെ മേൽവിലാസത്തിൽ നിന്ന് പുതിയ മേൽവിലാസത്തിലേക്ക് സ്ഥിരതാമസം മാറിയവരാണ്. 1,31,530 പേർ ഒന്നിൽ കൂടുതൽ തവണ പട്ടികയിൽ ഉൾപ്പെട്ടവരും മറ്റുള്ളവർ എന്ന വിഭാഗത്തിൽ 1,93,631 വോട്ടർമാരും പട്ടികയിൽ ഇടം പിടിക്കാതെ പോകും. ഇങ്ങനെയാണ് കരട് പട്ടികയിൽ നിന്ന് കേരളത്തിൽ 25 ലക്ഷത്തിലധികം വോട്ടർമാർ പുറത്താകുന്നത്.